വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് ഒരു സ്പെഷ്യൽ ബിരിയാണി വെക്കാൻ പോവാണല്ലേ. വാവച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി. ആരാ വയ്ക്കുന്ന വാവച്ചി ബിരിയാണി? ഞാനാണ് വയ്ക്കാൻ പോകുന്നേ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് വാവച്ചിയുടെ അപ്പ. നമ്മുടെ ബിരിയാണി വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ആദ്യം തട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്ന ബിരിയാണി എങ്ങനെയായിരിക്കും ലാസ്റ്റ്? നന്നായിരിക്കോ? കൊളാകോ? അപ്പൊ ദേ നമ്മള് ഇതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല, ഉപ്പിട്ടു എണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ മിക്സ് ആക്കാൻ പോവാണ് അല്ലേ. അപ്പം ഇച്ചായൻ്റെ ബിരിയാണി അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ചായ വാവച്ചിന്റെ പാട്ടൊക്കെ കൊള്ളാലോ. വാവച്ചി കിച്ചൺ വേണം നോക്കിക്കോ. കുക്കി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളപ്പൊക്കവും. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നേ. ഇവിടെ ഇനാനിയാണ് കുക്ക് ചെയ്യാൻ പോവാണ്. ഇനാനിയാണോ അപ്പയാണ് ഉണ്ടാക്കുന്നേ? ഇനാനിയാണോ? ഓക്കെ, നമ്മളിപ്പം കുക്കറിലാണ് നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഗീ എടുത്തിട്ടിട്ട് അതിൻ്റെ അകത്ത് കാഷ്യൂ നട്ട്സും സവാള എടുത്ത് ഒന്ന് വഴറ്റും. ഇത് വാവച്ചി കണ്ട് പഠിച്ചോ കേട്ടോ. എന്നിട്ട് വാവച്ചി വരുന്ന അമ്മയ്ക്കും അപ്പയ്ക്കും ഉണ്ടാക്കി തരണേ. ഓക്കെ, തരുമോ? നമ്മളിതേ വറുത്ത ഓണിയൻ എടുത്ത് മാറ്റി വയ്ക്കും. നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം നമ്മളതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ കാഷ്യൂ നട്ട്സ് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ കാഷ്യൂ നട്ട്സ് നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഞാനിക്കിരണോ? ഞാൻ ചൂടാ. ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ കണ്ടു പഠിക്കുക എങ്ങനെ ഉണ്ടാക്കണേന്ന്. ഞാൻ വലുതാകുമ്പം ഉണ്ടാക്കാം. എപ്പോൾ ഉണ്ടാക്കണോ? നമുക്ക് ഇതെല്ലാം ഇട്ടിട്ട് വാവച്ചിക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാൻ തരാം. ഓക്കെ ആണോ? ഇനി അടുത്തത് നമ്മൾ എന്നെ ഉണ്ടാക്കാൻ പോവാണ് റൈസ്, ബിരിയാണി റൈസ്. അതിന് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, സ്പൈസസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ സവാള, ഉപ്പിട്ടു. വാവച്ചി ഞാൻ 4 ഗ്ലാസ് അരി എടുത്തു. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് 8 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോവാണ്. അതേ ഗ്ലാസ്സിൽ കേട്ടോ, സെയിം ഗ്ലാസ്സിൽ, അരി എടുത്ത ഗ്ലാസ്സിൽ. അത്രയും മതിയോ? അപ്പം നമ്മൾ 4 ഗ്ലാസ് അരി എടുത്തു വാവച്ചി. അപ്പം നമ്മൾ എത്ര ഗ്ലാസ് ഒഴിക്കണം? 8 ഗ്ലാസ് ഒഴിക്കണം. ഓക്കെ. ഇച്ചാൻ എങ്ങനെ ഈ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചേ? അടിപൊളി. നമ്മളപ്പം ബിരിയാണി കഴിച്ചു വെച്ച വാവച്ചിയാണ് ഈ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റിംഗ് ഇവിടെ. എല്ലാ വാവച്ചിക്കൂട്ടാ, വാവച്ചിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് ബിരിയാണി. ഈ ബിരിയാണിക്കാരനെ കിട്ടിയാൽ മതി വാവച്ചി. എന്തേ വേണ്ടേ? വെള്ളം തിളച്ചു. നമ്മളത് അരി ഇടാൻ പോവാണ്. അരിയൊക്കെ ഇട്ടു. ഇനി നമ്മളത് തിളയ്ക്കാൻ വേണ്ടി, വേകാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മൾ റൈസൊക്കെ എടുത്ത് വാർത്തു. ഇനി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സവാള ഇടുന്നു, ചില്ലി ഇടുന്നു, ടൊമാറ്റോ ഇടുന്നു. ടൊമാറ്റോ ഇടുമോ? ഇല്ല. ഇപ്പോൾ സവാളയും ചില്ലി നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോകാനൊക്കെ. ഇപ്പോൾ
മറിച്ചായ ഉപ്പ് ഉപ്പാടുന്നേ പോരത് കൂടുതലായിട്ടോ ഇനി ഞാൻ അതിൽ ഉപ്പ് ഇടില്ല. അതിനുശേഷം നമ്മൾ ചില്ലി പൗഡർ ഇട്ടു. എത്ര സ്പൂൺ ഇട്ടു നമ്മൾ? 1 സ്പൂൺ. വാവച്ച വെള്ളമുണ്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമ്മളിത് ചിക്കൻ മസാല കുറച്ച് ആഡ് ചെയ്തിട്ടു അതിൻ്റെ അകത്ത്. അതിൻ്റെ പച്ചമണം പോകാറായി. എന്തുകൊണ്ട് നമ്മളിതിന് പച്ചമണം എന്ന് പറയുന്നത്? ടൈം പച്ച ഡ്രസ്സ് ഇട്ടുണ്ട്, അതുകൊണ്ട് പച്ചമണം എന്ന് പറയും. ഇതിൻ്റെ അകത്ത് നമ്മൾ ചിക്കൻ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും. എവിടെ പോയതായിരുന്നു അവച്ചി? അപ്പൊ ഫുഡ് ഉണ്ടാക്കി കഴിയാറേ അവച്ചി. കണ്ടോ എങ്ങനെയുണ്ട് വാച്ചി? നല്ല മണം ഉണ്ടാ? വാച്ചി കേട്ടോ, ചിലപ്പോ മണം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിനകത്ത് നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്തു. നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ ലെയർ അടിക്കാൻ പോകുന്നു. ഓക്കെ, കറക്റ്റ് റൈസ് ആയിരുന്നു. വളരെ സിമ്പിളിലിടുന്നേ. അങ്ങനെ ഫൈനലി നമ്മുടെ ബിരിയാണി റെഡി. എങ്ങനെയുണ്ട് ആച്ചി ചിക്കൻ ബിരിയാണി? എങ്ങനെയുണ്ട് പറ, നല്ലതാണോ? അപ്പം ഉണ്ടാക്കിയത് ടേസ്റ്റ് എങ്ങനെയുണ്ടാ? ഇഷ്ടപ്പെട്ടില്ലേ? നല്ലതാണോ? വാവച്ചിക്ക് മാത്രം സ്പെഷ്യൽ ബിരിയാണി. ചില വാവച്ചിക്ക് എരിവില്ലാത്ത ബിരിയാണി, ഞങ്ങൾക്കെല്ലാം എരിവുള്ള ബിരിയാണി. ഇല്ല വാവച്ചി? ഞാൻ പ്രതീക്ഷ ഒറ്റ നന്നായിട്ട് വരുന്ന ഇത്ര പ്രതീക്ഷ നന്നായിട്ട് വരുന്ന എന്തായാലും കൊള്ളാം, അടിപൊളി. ഇപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം ഈ ചായ ഉണ്ടാക്കിയ ബിരിയാണി. പെർഫെക്റ്റ്. അപ്പോൾ ഇത് എന്നും പ്രതീക്ഷിക്കാം നമുക്ക് അല്ലേ? എല്ലാ ആഴ്ചയിലും ബിരിയാണി വാവച്ചി. റൈസ്, എഗ്ഗ്, ചിക്കൻ ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ വാവച്ചി